നമ്മളെല്ലാ പേരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ വാട്സപ്പിൽ ഇല്ലാത്ത നിരവധി ഫീച്ചറുകൾ നൽകുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അധിക ഫീച്ചറുകൾ എന്തൊക്കെയെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വാട്സപ്പിൽ നമുക്ക് വളരെ ചെറിയ ഫയലുകൾ മാത്രമേ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ടെലഗ്രാമിലാകട്ടെ 1.2 GB സൈസ് വരെയുള്ള ഫയലുകൾ വളരെ നിഷ്പ്രയാസം ടെലഗ്രാമിലൂടെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള സിനിമകൾ, ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമകളൊക്കെ നമുക്ക് വളരെ നിഷ്പ്രയാസം ടെലഗ്രാമിലൂടെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ടെലഗ്രാമിൻ്റെ മറ്റൊരു പ്രധാന ഫീച്ചറാണ് ഗ്രൂപ്പുകളിലെ അംഗങ്ങളുടെ എണ്ണം. വാട്സപ്പിൽ ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം 257 ആണ്. എന്നാൽ ടെലഗ്രാമിലാകട്ടെ ഒരു ഗ്രൂപ്പിൽ 10,000 വരെ പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അത്തരം ഗ്രൂപ്പുകളെ ടെലഗ്രാമിൽ സൂപ്പർ ഗ്രൂപ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ടെലഗ്രാമിൽ ഓരോ ഉപഭോക്താവിനും പ്രത്യേകം യൂസർ നെയിം നിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു പ്രത്യേകത വാട്സപ്പിലില്ല. അതുകൊണ്ട് തന്നെയും ടെലഗ്രാമിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നതിനായി നമ്മുടെ ടെലഗ്രാമിൻ്റെ യൂസർ നെയിം മാത്രം നൽകിയാൽ മതി. നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് വേണമെങ്കിൽ രഹസ്യമാക്കി സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അധിക ഫീച്ചർ കൂടി ടെലഗ്രാമിലുണ്ട്. ടെലഗ്രാമിൽ ഉള്ളതും എന്നാൽ വാട്സപ്പിൽ ഇല്ലാത്തതുമായ മറ്റൊരു ഫീച്ചറാണ് പാർഷ്യൽ ബാൻ. അതായത് വാട്സപ്പിൽ ഗ്രൂപ്പുകളിൽ ആരെങ്കിലും എന്തെങ്കിലും മോശം കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്താൽ നമുക്ക് അയാളെ പൂർണ്ണമായിട്ടും ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ടെലഗ്രാമിലാകട്ടെ അത്തരക്കാരെ ഗ്രൂപ്പിൽ നിന്ന് ഭാഗികമായി ബാൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പാർഷ്യലി ബാൻ ചെയ്താൽ അത്തരക്കാർ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് അവർ ഗ്രൂപ്പിൽ തുടരുകയും എന്നാൽ അവർക്ക് ഗ്രൂപ്പിൽ പിന്നീട് യാതൊന്നും പോസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. എന്നാൽ ആ ഗ്രൂപ്പിൽ മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുന്നത് അവർക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതിനെയാണ് പാർഷ്യൽ ബാൻ എന്ന് പറയുന്നത്. ഈ സംവിധാനം ടെലഗ്രാമിൽ മാത്രമേ ഉള്ളൂ. വാട്സപ്പിൽ നമുക്ക് നിരവധി സ്മൈലികൾ അയക്കാൻ സാധിക്കും. എന്നാൽ സ്റ്റിക്കറുകൾ അയക്കാൻ സാധിക്കില്ല. എന്നാൽ ടെലഗ്രാമിലാകട്ടെ നിരവധി സ്റ്റിക്കറുകളാണ് ഇത്തരത്തിൽ അയക്കാൻ സാധിക്കുക. ടെലഗ്രാമിനുള്ളതും എന്നാൽ വാട്സപ്പിന് ഇല്ലാത്തതുമായ മറ്റൊരു ഫീച്ചറാണ് സീക്രട്ട് ചാറ്റിംഗ്. ഈ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെലഗ്രാമിലൂടെ ഒരു വ്യക്തിയുമായി രഹസ്യമായി ചാറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ സീക്രട്ട് ചാറ്റിംഗ് വഴി അയക്കുന്ന മെസ്സേജുകൾ അത് ലഭിക്കുന്ന ആൾക്ക് മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യാൻ പോലും സാധിക്കില്ല. മാത്രവുമല്ല, നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ ഒരു സമയം സെറ്റ് ചെയ്ത് അയച്ചാൽ ആ നിശ്ചിത സമയം കഴിയുമ്പോൾ ടെലഗ്രാമിൻ്റെ സെർവറിൽ നിന്ന് തന്നെ ആ മെസ്സേജ് ഡിലീറ്റായി പോവുകയും ചെയ്യും. ഇത് നമ്മുടെ സ്വകാര്യത കൂടുതൽ ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ടൊക്കെ ആകണം തീവ്രവാദികൾ പോലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. ടെലഗ്രാം ആപ്ലിക്കേഷനുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഗ്രൂപ്പുകൾക്ക് പുറമെ ചാനലുകൾ തയ്യാറാക്കാമെന്നത്. ഇത്തരം ചാനലുകളും ഒരു യൂസർ നെയിം അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുക. ഇനി എന്താണ് ചാനൽ എന്നറിയണമെങ്കിൽ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തയ്യാറാക്കുന്ന വീഡിയോകളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുമുണ്ട്. നിങ്ങൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിന്നും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ചാനൽ ലിങ്ക്, ടെലഗ്രാം ചാനൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ ഈ ടെലഗ്രാം ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ മൊബൈലിലേക്കും ലഭിക്കുന്നതായിരിക്കും. ടെലഗ്രാം ആപ്പിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത, നമ്മൾ അയക്കുന്ന മെസ്സേജുകളൊന്നും നമ്മുടെ ഫോണിലല്ല സൂക്ഷിക്കപ്പെടുക. നേരെ മറിച്ച് ടെലഗ്രാം എന്ന ആപ്പിൻ്റെ ഓൺലൈൻ സെർവറുകളിലാണ്. അതുകൊണ്ട് തന്നെയും നമ്മുടെ ഫോൺ കേടാവുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ മാറ്റി വാങ്ങുകയോ ഒക്കെ ചെയ്താലും നമ്മൾ പിന്നീട് ഈ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരൊറ്റ മെസ്സേജ് പോലും നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ വാട്സപ്പിൽ ഈ പ്രത്യേകതയില്ല. മാത്രവുമല്ല, ടെലഗ്രാം ആപ്പ് ഒരേ സമയം ഒന്നിലധികം ഡിവൈസുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിരവധി മൊബൈലിൽ ഒരേ സമയം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ വാട്സപ്പ് നിങ്ങൾക്കറിയാം ഒരേ സമയം ഒരു മൊബൈലിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മൊബൈലിൽ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ മറ്റൊരു മൊബൈലിൽ ആ വാട്സപ്പ് തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ പറയും വേറൊരു ഡിവൈസിൽ അത് ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും. അതിൽ നിന്ന് എക്സിറ്റ് ആയെങ്കിൽ മാത്രമേ മറ്റൊരു ഡിവൈസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെ ഒട്ടനവധി അധിക ഫീച്ചറുകൾ നൽകുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. എന്നിരുന്നാലും വാട്സപ്പിൻ്റെ അത്രയും ഒരു ജനശ്രദ്ധ ഇതുവരെയും ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പിന് ലഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ ആപ്പിൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലയിൽ ഒരു ബെല്ലൈക്കൺ കൂടെ കാണും. അതുകൂടി ക്ലിക്ക് ചെയ്തിരുന്നാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിക ജയ.